നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു മാസത്തെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും കൊടുക്കാതെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കൊടുക്കുക. എക്സാം ഡേറ്റും അതുപോലെ വന്നിട്ടുണ്ട്. മെയ് 24-ാം തീയതിയാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത്. അതിനുശേഷം പല സെറ്റായിട്ട് നമുക്ക് എക്സാം നടക്കും. ഏകദേശം ഒരു 89-90 ദിവസം ഒക്കെ ഉള്ളൂ നമുക്ക് എക്സാമിന് വേണ്ടി. ഞാൻ ഇപ്പോൾ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ PKPSCയുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ പോർഷനാണ് ഞാൻ നോക്കിയത്. അതിൻ്റെ നോട്ട്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം കുറേ പേര് എനിക്ക് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു PKPSCയുടെ നോട്ട്സ് ഏത് ഭാഷയിലാണ്, അതായത് മീൻസ് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ. അപ്പം നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ബോത്ത് നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പം അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ക്വസ്റ്റൻ ഞാൻ ഒരുപാട് തവണ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് പഠിച്ച് നോക്കി. അതിനുശേഷം കുറച്ച് PYQ ക്വസ്റ്റൻസ് ഇത് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ യൂട്യൂബിലാണ്. യൂട്യൂബിൽ UPSCയുടെ ക്വസ്റ്റൻസ് PYQ പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 12 മണിയായപ്പോഴാണ് പഠിക്കാനിരുന്നത്. 1 മണിയൊക്കെ അപ്പം വീണ്ടും നമ്മൾ ഫീഡിങ്ങിന് വേണ്ടി എണീറ്റു. വീണ്ടും ഞാൻ പഠിക്കാനിരുന്നത്. എനിക്ക് 1 അവർ ഞാൻ ഫോണിൽ നോക്കി പഠിച്ചു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മയങ്ങിപ്പോയി. അപ്പം നമ്മൾ കിടക്കുമ്പോൾ നമുക്കറിയാം, കുഞ്ഞുമായിട്ട് ഫീഡ് ചെയ്യാൻ കിടക്കുമ്പോൾ നമ്മൾ ഒത്തിരി രാത്രി 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കണ്ണടച്ച് പോകും. പക്ഷേ സ്റ്റിൽ ഞാൻ 2 എഴുന്നേറ്റിട്ട് പിന്നെ ഞാൻ നോക്കിയത് സിറ്റിസൺഷിപ്പ് ഞാൻ പഠിച്ചത് നമ്മുടെ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ എക്സാം റാങ്ക് ഫയൽ വെച്ചിട്ടാണ്. അതിനകത്തൊരു ഏകദേശം 3 പേജോളമാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ ഒന്ന് പഠിച്ചായിരുന്നു, പക്ഷേ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് നന്ന ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ആദ്യം തൊട്ട് അതെല്ലാം നോക്കി. ഇപ്പോൾ മിക്കവാറും എല്ലാ പോയിൻറ്റ്സും തന്നെ ഇതിനകത്തുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ PKPSCയുടെ ഇതിനകത്ത് കാണും. അപ്പം ഇതും പഠിച്ച് ഇതിൻ്റെ PYQ കൂടെ ചെയ്താൽ ആ ഒരു പോർഷൻ അങ്ങ് സെറ്റായി കിട്ടും. ഞാൻ ഇപ്പോൾ SCRT കോൺസ്റ്റിറ്റ്യൂഷൻ്റെ NCERT നോക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഈ പോർഷൻസ് പഠിച്ചതിന് ശേഷം NCERT ജസ്റ്റ് ഒന്ന് നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ പോയിൻറ്റ്സ് മാത്രം നമുക്ക് എഴുതിയാൽ മതി. കാരണം കവർ ചെയ്തിട്ട്, അല്ലെങ്കിൽ SCERT നമ്മൾ ആദ്യം എല്ലാ പോയിൻറ്റ്സും എഴുതി പിന്നെ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ PKPSCനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പം നമ്മുടെ ടെക്സ്റ്റ് വെച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിറ്റിസൺഷിപ്പ്. ഒത്തിരി സമയം എടുത്തില്ല, നേരത്തെ ഒന്ന് പഠിച്ചതായതുകൊണ്ട്. എന്നാലും കുറേ സമയമൊക്കെ എടുത്തു. ഇതൊരു കമൻറ്റിനുള്ള റിപ്ലൈ ആണ്, അതായത് ഏതൊക്കെ NCERT ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇതിപ്പോൾ നോക്കുക, 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് പഠിക്കണം. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലും ഇതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിനകത്താണ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പാഠങ്ങളും പഠിക്കേണ്ടത്. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 10, 9 ഒക്കെ നോക്കിയാൽ മതി. 7ഉം 6ഉം ഒക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് തൊട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. 7 തൊട്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്നാണ് ടെക്സ്റ്റിൻ്റെ പേര്. ഈക്വാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഹൗ ദ ഗവൺമെൻറ് വർക്ക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് കുഞ്ഞു ക്ലാസ്സിലുള്ളത്, 6, 7 അപ്പം 9, 10 കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCERT നോക്കേണ്ട ബുക്ക്. ഇത് 11ാം ക്ലാസ്സിലെ ഹൗ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഇതിനകത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഫെഡറലിസം, അതായത് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞേക്കുന്ന കറക്റ്റായിട്ട് ആ പോർഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇഷ്ടം പോലെ PYQ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഓരോ ലൈനിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐ ഹോപ്പ് എന്നോട് ചോദിച്ച ആൾക്ക് അതിനുള്ള റിപ്ലൈ കിട്ടിയെന്ന്. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ സിറ്റിസൺഷിപ്പ് പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് എഴുതി നോക്കുവാണ്. ഈ ഒരു മെത്തേഡിന് പറയുന്നത് ആക്റ്റീവ് റീകോളിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ച സാധനം എഴുതി നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ പോയിൻറ്റ്സാണ് കിട്ടാത്തതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആ പോയിൻറ്റ്സ് ഒന്നുകൂടെ പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് മനസ്സിൽ കയറും. അതിനുശേഷം ഒരു റിവിഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പം ഇതൊരു മെത്തേഡാണ്. നമുക്ക് ഓർമ്മ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പഠിക്കുക, അതിനുശേഷം കാണാതെ അതൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് മിസ്സായി പോകും കുറേ പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സ് പഠിക്കുക. ഞാൻ ഏകദേശം ഒരു 3 മണി വരെയാണ് പഠിച്ചത്. 3 മണിക്ക് ശേഷം എനിക്ക് നാളെ രാവിലെ എന്തായാലും ഒരു സ്ഥലത്ത് പോകണം. അതുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ട് ഇരിക്കണില്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.